ഹലോ ഗൈസ്. ഞാനേ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് പറ്റിയൊരു അബദ്ധത്തിനെ പറ്റിയിട്ടായിരുന്നു ഞാൻ വീഡിയോ ഇട്ടിരുന്നത്. അതെന്താ സംഭവംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഞാൻ അതെന്താന്ന് പറയാം. ഞാൻ എൻ്റെ ചാനലിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലോങ് വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ ഷോർട്സ് ആണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട്, അതായത് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഒരു ലോങ് വീഡിയോ ഞാൻ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് ചെയ്തപ്പോഴേക്കും അതിൻ്റെ ഫോർമാറ്റ് വേറെയായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല, സത്യത്തിൽ ഫോർമാറ്റ് വേറെയാണെന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്ലോഡ് ചെയ്തു. ഞാൻ ടൈം ഷെഡ്യൂൾ ചെയ്തതിന് ശേഷമാണ് ഞാൻ കാണുന്നത് ഇതിൻ്റെ ഫോർമാറ്റ് വേറെയാണെന്നുള്ളത് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ എനിക്കതിനെ പറ്റിയിട്ട് അതിൻ്റെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന എന്താണ് പ്രശ്നങ്ങളെന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഡിലീറ്റ് ചെയ്തപ്പോഴേക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് ഞാൻ രണ്ടാമത് അപ്ലോഡ് ചെയ്തല്ലോ. അപ്പോൾ ഇതിന് വ്യൂസ് കുറവാണ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ വ്യൂസ് കുറഞ്ഞു പോയതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തു. ആ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് 1 മണിക്കൂറിന് ശേഷം ഞാൻ നോക്കിയപ്പോഴാണ് അതിനൊരു 5 വ്യൂസ് മാത്രമാണ് ആകെ വന്നിട്ടുള്ളത്. 5ഓ 2ഓ വ്യൂസോ എന്തോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംഗതി എവിടെയോ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. കാരണം ലോങ് വീഡിയോയ്ക്ക് വ്യൂസ് ഇല്ല, ഷോർട്ട് വീഡിയോയ്ക്ക് വ്യൂസ് ഇല്ല. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ അൺലിസ്റ്റഡോ പ്രൈവറ്റോ ആക്കി ചെയ്താൽ മതിയെന്ന്. പക്ഷേ അതിന് ശേഷവും എനിക്ക് വ്യൂസ് കുറവാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ വ്യൂസ് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, ഞാനിപ്പോൾ അത് അപ്ലോഡ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് ഒരു 1 വീക്ക് ആവുന്നുള്ളൂ. ഈ 1 വീക്കിനുള്ളിൽ ഞാൻ ഒരു 3-4 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 3-4 വീഡിയോയ്ക്കും എൻ്റെ വ്യൂസ് കുറവായിരുന്നു. പക്ഷേ ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴേക്കും എനിക്ക് ലോങ് വീഡിയോയ്ക്ക് അത്യാവശ്യം റീച്ച് കിട്ടിയായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഷോർട്സാണ് എനിക്ക് റീച്ച് കിട്ടിക്കൊണ്ടിരുന്ന സംഭവം ഷോർട്സ് ആയിരുന്നു. പക്ഷേ ഷോർട്സിന് ഇപ്പോൾ വ്യൂസ് കുറഞ്ഞു. അത്രത്തോളം എത്തുന്നില്ല. ചിലപ്പം പതിയെ പതിയെ ഓക്കെ ആയി വരുന്നുണ്ടാകാം. പക്ഷേ ലോങ് വീഡിയോയ്ക്ക് ഇപ്പോൾ വ്യൂസ് വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് അതൊരാശ്വാസം. പിന്നെ ഒന്ന് നോക്കുമ്പോൾ എനിക്കൊരു അനുഗ്രഹമായിട്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനങ്ങനെ ഡിലീറ്റ് ചെയ്തപ്പം എനിക്ക് വ്യൂസ് കുറഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു വാശി വന്നത്. എങ്ങനെയെങ്കിലും വ്യൂസ് കൂട്ടണം, എങ്ങനെയെങ്കിലും ഇത് റെഡിയാക്കണം, അങ്ങനെയൊരു ഇത് മനസ്സിൽ വന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ വീഡിയോസ് കണ്ടിന്യൂസ് അപ്ലോഡ് ചെയ്താലേ വ്യൂസ് കയറുള്ളൂ എന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാൻ ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല, ലോങ് വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ ലോങ് വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്തു. അങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു 2 ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തു. രണ്ടാമത്തെ ലോങ് വീഡിയോ തന്നെ വലിയ കുഴപ്പമില്ലാതെ റീച്ച് ആയിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഭയങ്കര വലിയ റീച്ചൊന്നുമല്ല കേട്ടോ. 700 പേര് കണ്ടിട്ടുണ്ട്. അത് തന്നെ എനിക്ക് വലിയ സന്തോഷം. 700 പേര് കണ്ടില്ലേ. അപ്പോൾ ആ 700 പേരിൽ നിന്ന് കുറേ പേര് സബ്സ്ക്രൈബും ചെയ്തു. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി അത്. ലോങ് വീഡിയോയിൽ ഫസ്റ്റ് ടൈമാണ് എന്നെ തന്നെ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിച്ചത് ഒരു 10-200 പേര് കണ്ടായിരുന്നു. അതിലെൻ്റെ കുറച്ച് കസിൻസും ഫ്രണ്ട്സൊക്കെ കണ്ടു. അപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞു, "ആ കൊള്ളാം, നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്" എന്നൊക്കെ പറഞ്ഞ് അപ്രിസിയേഷൻ തന്നപ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നു. അതായത് വീണ്ടും വീഡിയോസ് ഇതേപോലെ ചെയ്യാനായിട്ടും നമുക്ക് അങ്ങനെ എന്താ നമ്മളാരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ചിന്ത എനിക്ക് തന്നെ മനസ്സിൽ തോന്നി. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോയ്ക്ക് മുന്നിൽ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് വന്നത്. എനിക്ക് എന്തൊരു നെഗറ്റീവ് വന്നാലും അതെൻ്റെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് ഞാൻ എപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിക്കാറാണ് പതിവ്. കൂടുതലും പോസിറ്റീവായിട്ട് ചിന്തിക്കാറാണ് പതിവ്. അത് അതുപോലെ തന്നെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പം എനിക്ക് കുറച്ച് ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരോട് പറയാനുള്ളത്, നമ്മൾ ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യരുത്. കറക്റ്റ് ടൈം, കറക്റ്റ് സാധനം നമ്മുടെ കയ്യിൽ അതില്ല, ഇതില്ല, അങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും, കൂട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, ഇതൊന്നും നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ഈ പറയുന്ന ആൾക്കാരൊക്കെ പറച്ചിൽ നിർത്തുന്നേ. എല്ലാവരും കുറച്ച് നാൾ പറയുമായിരിക്കും. പക്ഷേ ഇപ്പോഴുള്ള ജനറേഷൻ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ക്യാമറ ഫേസ് ചെയ്യാനുള്ള ഒരു മടിയൊന്നും ആർക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആരും ഇനിയുള്ള കാലത്ത് ആരും ജഡ്ജ് ചെയ്യാനൊന്നും വരത്തില്ല നമ്മളെ. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് സ്റ്റാറായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് സ്റ്റാറായിട്ട് നടക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വലിയൊരു സ്റ്റാറായിട്ട് നടക്കാനായിട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്.
അതിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റാറുകൾ നമുക്കും ആവാം. അപ്പം അതുകൊണ്ട് ഇനി ആരെങ്കിലും യൂട്യൂബ് തുടങ്ങാനായിട്ട് ഇങ്ങനെ മടിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒന്നും കൊണ്ടും പേടിക്കേണ്ട. കറക്റ്റ് ടൈമാണ്. ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി തിരിച്ചു പോവും. ഞാനൊക്കെ അങ്ങനെയാണ് ഇപ്പം ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.